ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ജ്ഞാനത്തിൻ്റെ അമ്മ മൂകാംബിക അമ്മ. ഈ ദേവിയെക്കുറിച്ച് അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കർണാടകയിലെ കൊല്ലൂരിൽ സഹ്യപർവ്വതങ്ങളുടെ മടിയിൽ ശാന്തമായി നിലകൊള്ളുന്ന ഒരു ദൈവിക കേന്ദ്രമാണ് മൂകാംബിക ക്ഷേത്രം. ഇവിടെ വാഴുന്ന അമ്മ ഒരു സാധാരണ ദേവിയല്ല. സംസാര ശക്തി നൽകുന്ന അമ്മ, ജ്ഞാനത്തിൻ്റെ അമ്മ, സരസ്വതി, ലക്ഷ്മി, പാർവതി മൂന്നും ഒന്നായ ദേവി. അതുകൊണ്ടാണ് അമ്മയെ മൂകാംബിക എന്ന് വിളിക്കുന്നത്. ഒരു പഴയ കാലത്തെ കഥ. ഒരു പ്രദേശത്ത് കൗശികൻ എന്ന ഒരു മഹർഷി തപസ് ചെയ്ത് ജീവിച്ചിരുന്നു. അദ്ദേഹം സരസ്വതി ദേവിയുടെ കടുത്ത ആരാധകനായിരുന്നു. അദ്ദേഹം ദേവിയെ ഭക്തിയോടെ ആരാധിച്ചു. ദിവസവും മന്ത്രജപവും ദാനവും നിരന്തര തപസ്സും മൂലം അദ്ദേഹത്തിൻ്റെ തപസ്സിൽ സന്തോഷിച്ച് സരസ്വതി ദേവി അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വാസം. അന്നുകാലത്ത് കൗമാരാസുരൻ എന്ന ഒരു ഭീകര അസുരൻ ജീവിച്ചിരുന്നു. അവൻ്റെ ആഗ്രഹം ഒന്നായിരുന്നു, ദേവന്മാരെ പോലും എൻ്റെ ശക്തിക്ക് മുന്നിൽ കീഴടക്കണം. അവൻ കടുത്ത തപസ്സിലൂടെ ബ്രഹ്മാവിൽ നിന്നും വരം നേടി. വരം കിട്ടിയതോടെ അസുരൻ അഹങ്കാരിയായി മാറി. അവൻ ദേവന്മാരെ പീഡിപ്പിച്ചു, സന്യാസിമാരുടെ വ്രതം തടസ്സപ്പെടുത്തി, യാഗങ്ങൾ നശിപ്പിച്ചു. അസുരന്റെ അതിക്രമം കൂടിയപ്പോൾ അവൻ ദേവികളെയും അപമാനിക്കാൻ തുടങ്ങി. അവസാനം അവൻ സരസ്വതി ദേവിയെ അപമാനിച്ചു. അന്നു മുതൽ സരസ്വതി ദേവി മൗനത്തിലായി. അവളുടെ സംസാര ശക്തി ഒളിപ്പിച്ചു വെച്ചു. ലോകത്ത് ജ്ഞാനം മങ്ങാൻ തുടങ്ങി. മനുഷ്യർക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടു. കലകളും വിദ്യകളും നശിക്കാൻ തുടങ്ങി. ദേവന്മാർ ഭയപ്പെട്ടു. അവർ പരമശിവനെ പ്രാർത്ഥിച്ചു, പ്രഭോ, ലോകം അന്ധകാരം കൊണ്ട് മുങ്ങിയിരിക്കുന്നു. പരമശിവൻ പറഞ്ഞു, സരസ്വതിയും പാർവതിയും ഒന്നായി അവതരിക്കേണ്ട സമയം ഇതുതന്നെയാണ്. അവിടെയുണ്ടായി മൂകാംബിക അമ്മയുടെ അവതാരം. സരസ്വതിയുടെ ജ്ഞാനം, പാർവതിയുടെ ശക്തി, ലക്ഷ്മിയുടെ ഐശ്വര്യം മൂന്നും ഒന്നായി അമ്മ പ്രത്യക്ഷപ്പെട്ടു. അമ്മ കൗമാരാസുരനോട് യുദ്ധം ചെയ്തു. കടുത്ത യുദ്ധത്തിനൊടുവിൽ അമ്മ അസുരനെ വധിച്ചു. അസുരൻ നശിച്ച നിമിഷം സരസ്വതി ദേവിയുടെ മൗനം മാറി. ലോകത്ത് വീണ്ടും സംസാരശക്തി വന്നു. വിദ്യയും ജ്ഞാനവും കലയും വീണ്ടും വിരിഞ്ഞു. അതിനാലാണ് ഈ ദേവിക്ക് മൂകാംബിക എന്ന് പേര് വന്നത്. മൂകം മൗനം, അംബിക അമ്മ. അമ്മ കൗശിക മഹർഷിയുടെ തപോഭൂമിയിൽ സ്ഥിരമായി വസിക്കാൻ തീരുമാനിച്ചു. അവിടെയാണ് ഇന്നത്തെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അമ്മ ഇന്നും ആ സ്ഥലത്ത് ഭക്തർക്കായി അനുഗ്രഹം നൽകിക്കൊണ്ട് അവിടെ ഇരിക്കുന്നു എന്നാണ് ഭക്തരുടെ വിശ്വാസം. ഇന്ന് വിദ്യാർത്ഥികൾ, കലാകാരന്മാർ, ഗായകർ, എഴുത്തുകാർ എന്നു വേണ്ട എല്ലാവരും മൂകാംബിക അമ്മയെ പ്രാർത്ഥിക്കുന്നു. വിശ്വാസമുണ്ട്, അമ്മയെ വിളിച്ചാൽ വാക്ക് തെളിയും, ബുദ്ധി ഉറയ്ക്കും. നവരാത്രി ദിവസങ്ങളിൽ മൂകാംബിക ക്ഷേത്രം അത്യന്തം വിശേഷമാണ്. പുസ്തകങ്ങളും വാദ്യങ്ങളും അമ്മയുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. അറിവ് ദൈവദാനമാണ്. അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജ്ഞാനം അഹങ്കാരത്തിനല്ല, ശക്തി അക്രമത്തിനല്ല, വിദ്യ മനുഷ്യനെ നല്ലവനാക്കാനാണ്. ശുദ്ധമായ മനസ്സോടെ അമ്മയെ വിളിച്ചാൽ അമ്മ ഒരിക്കലും കൈവിടില്ല. സംസാരം മുടങ്ങിയവർക്കും വഴി കാണിക്കുന്ന അമ്മ മൂകാംബിക അമ്മ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.